കഥ ആപ്പിൾ തോപ്പിലെ നിലാമഴയിൽ. എഴുതിയത് പ്രകാശൻ കരിവള്ളൂർ. ആപ്പിൾ തോപ്പിലെ നിലാമഴയിൽ. മൂവന്തിയിലെ മൂടൽമഞ്ഞ് ഒന്നുകൂടി കനത്തു എന്നല്ലാതെ നേരം ഒട്ടും ഇരുട്ടിയിട്ടില്ല. രാത്രിയായി എന്ന് വിശ്വസിക്കാൻ കഴിയാതെ സൂര്യനെപ്പോലെ വെളിച്ചം ചൊരിഞ്ഞ് തെളിഞ്ഞ വാനിൽ അമ്പിളി ചിരിതൂകി നിന്നു. നാട്ടിലെ ചൂടിൽ നിന്നും തണുപ്പ് തേടി നമ്മൾ എത്തിച്ചേർന്ന ഈ മലഞ്ചെരുവ് ഒരു പറുദീസ തന്നെ അല്ല മോളെ. അവൻ വെള്ളയിൽ പുള്ളിച്ചിറവുള്ള കമ്പിളി പുതപ്പിൽ അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി. മധുവിധു കാശ്മീരിലാവണമെന്നത് കൗമാര യൗവന നാളുകളിലെ അവൻ്റെ മനസ്സിലുണർന്ന മോഹമായിരുന്നു. കൗമാരം തൊട്ട് പ്രണയങ്ങൾ പൂത്തു തളിർക്കുകയും വാടിക്കൊഴിയുകയും ചെയ്തിട്ടുണ്ട്. ആ മനസ്സിൽ കാണണം, മിണ്ടണം, മിണ്ടണം, കാണണം എന്ന അഭിവാഞ്ച മാത്രമായിരുന്നു അവൻ്റെ പ്രണയം. ഉള്ളിലെവിടെയോ ഉണ്ടായിട്ടുണ്ടാവാം ഒന്ന് തൊടാൻ മോഹം, ചിലപ്പോൾ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും വരെ. എന്നാൽ അതൊന്നും പരീക്ഷിച്ച് നോക്കാനുള്ള ധൈര്യം ഒരുത്തിയുടെ മുന്നിലും ഉണ്ടായില്ല. അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടാവുമോ എന്നറിയില്ല എല്ലാ അവളുമാരും തന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞത്. പറ്റിച്ചു എന്നൊന്നും പറഞ്ഞുകൂടാ. ബന്ധങ്ങളെ നിർണ്ണയിക്കുന്നതിൽ സാഹചര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വീട്ടിലും സമൂഹത്തിലുമൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ മാത്രം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ ആൾ എത്ര സ്വാർത്ഥമതിയായിരിക്കും അല്ലേ? പ്രണയം തോന്നിയ പെൺപിള്ളേരെക്കുറിച്ച് ആദ്യ രാത്രിയിൽ തന്നെ അവളോട് പറഞ്ഞിരുന്നു. അവൻ അവൾക്ക് ആകെ പറയാനുണ്ടായിരുന്നത് പിറകെ നടന്ന ഒരുത്തനെക്കുറിച്ചായിരുന്നു. വഴിക്ക് കാത്തു നിൽക്കലും ഫോൺ ചെയ്യലും ശരിക്കും ശല്യം തന്നെയായിരുന്നു അവനെക്കൊണ്ട്. ഒടുവിൽ അവൻ കല്യാണം ആലോചിച്ച് വീട്ടിൽ വരെ വന്നതാ. പെയിൻറ് പണിക്കാരുടെ കൂടിയൊന്നും പെണ്ണിനെ പറഞ്ഞയക്കാനാവില്ല എന്ന് മനസ്സിൽ വെച്ച് അച്ഛൻ അവൻ്റെ വീട്ടുകാരെ മടക്കി. അവരോട് പറഞ്ഞതോ പെണ്ണിന് താല്പര്യമില്ല എന്നും. സത്യത്തിൽ അച്ഛനും അമ്മയും എൻ്റെ താല്പര്യം ചോദിച്ചിരുന്നില്ല. പെയിൻറ് പണി ഒരു കുറച്ചിലായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ പാവം, ഞാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എന്ന് കരുതി പിന്നീട് എൻ്റെ കൺവട്ടത്തേ വന്നില്ല. ഒരു മെസ്സേജ് അയക്കണമെന്ന് വിചാരിച്ചതാ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷേ നാളെയാവാം എന്ന് കരുതി മെസ്സേജ് നീണ്ടുപോയി. ഒരു ദിവസം കേട്ടത് ടൗണിലെ 4 നില കെട്ടിടത്തിന് ഏണികെട്ടി പെയിൻ്റ് അടിക്കുന്നതിനിടയിൽ താഴെ വീണ് അവൻ മരിച്ചെന്നാണ്. ആരെങ്കിലും ഓർത്ത് എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അവനെ ചൊല്ലി മാത്രമായിരുന്നു. പറഞ്ഞ് ആ കണ്ണുകൾ നിറഞ്ഞു. സാരമില്ലടോ. അവൻ അവളുടെ ചുമലിൽ കൈവച്ചു. നീ ആരോടും കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. അവൾ കണ്ണു തുടച്ചു. മിണ്ടാതെ കുറേ നേരം ചേർന്ന് കിടന്നപ്പോഴാണ് അവൻ അക്കാര്യം അവളുടെ കാതിൽ പറഞ്ഞത്. നമ്മുടെ ആദ്യ രാത്രി കാശ്മീരിലാക്കിയാലോ? എന്നാൽ അവൾക്ക് പേടിയായിരുന്നു. അത് മാറ്റിയെടുക്കാൻ അവനൊരു സൂത്രം കൂടി പ്രയോഗിച്ചു. കാശ്മീരിലെ ആപ്പിൾ തോപ്പിലെ നിലാവുള്ള ഒരു വിജന രാത്രിയിലേ നമ്മൾ തമ്മിലറിയുകയുള്ളൂ. എന്നാൽ പിന്നെ ആദ്യ രാത്രി നടക്കില്ല എന്നർത്ഥം. അവൾ ചിരിച്ചു. അവൻ കരുതി അവൾ പറഞ്ഞത് തമാശയായിരിക്കുമെന്ന്. ഓണാവധി കഴിഞ്ഞു, ക്രിസ്മസ് വെക്കേഷനും കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് മാസം എത്ര കഴിഞ്ഞു. ഇത്ര നാളായിട്ടും ആദ്യ രാത്രി സംഭവിച്ചില്ലെന്ന് പറഞ്ഞാൽ? കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കലിനും അപ്പുറം ഒന്നിനും മുതിർന്നില്ല അവർ. വ്രതം മുറിഞ്ഞാൽ പോയില്ലേ എല്ലാം. അവനെ പ്രലോഭിപ്പിക്കാൻ അവൾ പലതവണ ശ്രമിച്ചു. എന്നാൽ ആശാൻ്റെ നിഴലിലെ ദിവാകരനെ പോലെ അവൻ ധീരനായ യതിയായി മാറി. അതിനെയൊക്കെ അതിജീവിച്ചു. എങ്ങനെയെങ്കിലും കാശ്മീർ യാത്ര ഒഴിവാക്കി കിട്ടണം, അത്രേ വേണ്ടു അവൾക്ക്. അവളുടെ അമ്മാവൻ കാശ്മീരിൽ ഒരു തീവ്രവാദി ഗ്രൂപ്പിൻ്റെ ബോംബേറിൽ കൊല്ലപ്പെട്ടിരുന്നു. അവളുടെ കുട്ടിക്കാലത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അത്. ആ നടുക്കം ഇന്നും വിട്ടുമാറിയിട്ടില്ല. കാശ്മീർ എന്ന് കേൾക്കുമ്പോഴേ ബോംബേറ്, വിമാനം, അതിർത്തി സംഘർഷം, തീവ്രവാദി ആക്രമണം, കൂട്ടബലാത്സംഗം എന്നൊക്കെയായിരുന്നല്ലോ കുറേ കാലമായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നത്. വേനൽ വല്ലാതെ കടുത്തപ്പോൾ അവൻ വീണ്ടും കാശ്മീർ മലഞ്ചെരുവിലെ ആപ്പിൾ തോട്ടങ്ങളിലെ നിലാവുള്ള രാത്രിയെക്കുറിച്ച് അവളെ ഓർമ്മിപ്പിച്ചു. പണ്ട് പാരലൽ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് 4-5 സഹപ്രവർത്തകരും ഒന്നിച്ച് ആ മഞ്ഞും നിലാവും ഒരു കിനാവിലെന്ന പോലെ നനഞ്ഞ ദിവസങ്ങൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു. അന്ന് അത്യാവശ്യം കവിത വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തതാണ്. ആ ഭാഷയുടെ ബലത്തിൽ അവൻ ആപ്പിൾ തോപ്പിലെ രാനില മഞ്ഞിനെക്കുറിച്ച് വാചാലനായി. കൊടുംചൂടിൽ അവൻ്റെ കുളിരിമ്പമാർന്ന വാക്കിൽ അവൾ മയങ്ങിപ്പോയി. അങ്ങനെ ഈ സമ്മർ വെക്കേഷൻ്റെ 2ാം പകുതിയിൽ അവർ കാശ്മീരിലേക്ക് ട്രെയിൻ കയറി. അധ്യാപനമാണ് ജോലിയെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ കൗതുകമായിരുന്നു പൊതുവെ അവൻ്റെ ഭാവം.
കുറേ സിനിമയൊക്കെ കണ്ടു കിട്ടിയ പ്രണയ സങ്കല്പങ്ങളിൽ അവളുടെ ഉള്ളിലുമുണ്ട് ചില കാൽപ്പനിക ലാവണ്യങ്ങൾ. കാശ്മീരിൽ എത്തുമ്പോഴേക്കും അവർക്ക് ചിറക് മുളച്ചിരുന്നു. ആ ചിറകുകളിൽ അവർ ദാമ്പത്യത്തിൽ നിന്ന് പറന്നുയർന്ന് രാനില മഞ്ഞിൽ ഒരു പുതപ്പിനകത്ത് ചേർന്ന് നടക്കുമ്പോൾ അവർ പണ്ടെന്നോ സ്വപ്നം കണ്ട കാമുകിയുടെയും കാമുകനെയും വീണ്ടെടുത്തിരുന്നു. കുത്തനെയുള്ള കയറ്റമായിരുന്നില്ല മുകളിലേക്ക്. വളരെയധികം നീണ്ട ചെരിവാർന്ന മലയാണ്. കിതപ്പില്ലാതെ നടക്കാം, നല്ല സുഖം. തോട്ടത്തിൻ്റെ അറ്റത്ത് മലയുടെ നെറുകിലായി ഒരൊറ്റ ആപ്പിൾ മരമുണ്ട്. അതിൻ്റെ ചുവട്ടിലാണ് അവർ പോയിരുന്നത്. ഇനിയും ഇരിക്കും മുമ്പ് ഒരു കമ്പിളിയെടുത്ത് പുൽപ്പരപ്പിൽ നിരത്തി വിരിച്ചു. ഇരുന്നിടത്ത് നിന്ന് തന്നെ കയ്യെത്തി പറിക്കാൻ പറ്റും വിധം താഴ്ന്നൊരു ചില്ലയിൽ ഹൃദയം പോലെ തൊടുത്ത ഒരു ആപ്പിൾ. അവൻ അത് പറിച്ചെടുത്തു. അവൾക്ക് തിന്നാൻ കൊടുത്തു. അവൾ ഒന്ന് കടിച്ച് ബാക്കി അവനായി നീട്ടി. അവൻ ആ കടിപ്പാടിലേക്ക് നോക്കി. രതിയുടെ ദന്തസ്പർശമേറ്റ കവിൾത്തളം പോലിരുന്നു ആ ആപ്പിൾ. അവനും അതേ ഇടം തന്നെ കടിച്ചെടുത്തു. പെട്ടെന്ന് നിലാവും മഞ്ഞും നീലമഴയായി പെയ്യാൻ തുടങ്ങി. നീലമഴയിൽ നനഞ്ഞ് അവനും അവളും നീർസർപ്പങ്ങളായി പരിണമിച്ചു. വീശിയടിച്ച കാറ്റിൽ ആപ്പിൾ മരങ്ങൾ ചാഞ്ചാടി. പഴുത്ത ആപ്പിളുകൾ കുലകുലയായി താഴെ കുതിരാൻ തുടങ്ങി. പെട്ടെന്നാണ് ആകാശം കാർമേഘങ്ങളെ കൊണ്ട് മൂടിയത്. ഇരുട്ടിൻ്റെ കരിമിടത്താൽ മൂടി മലനിരയും ആപ്പിൾ തോട്ടവും എല്ലാം കാണാതായി. പിന്നെ പുലരോളം മഴയുടെ മേളമായിരുന്നു. താളത്തിൽ, ഈണത്തിൽ, ആർത്തിരമ്പിയും പെയ്തലച്ചും ചാറ്റലായി നേർത്തും വീണ്ടും ഇരമ്പി ആർത്തും മഴയുടെ സർവ്വസംഗീതം. സർവം മറന്ന ആ ആരോഹണ അവരോഹങ്ങളിൽ അവർ ഒരു യുഗ്മഗാനത്തിൻ്റെ പല്ലവിയും അനുപല്ലവിയുമായി പൂത്തുലഞ്ഞുകൊണ്ടേയിരുന്നു. ശുഭം.